പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുമ്പോട്ടു തന്നെ ഓടുന്നു എൻ തിരുദീനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദനിക്ക് ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. ഭാവിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്ന് ദൂതന്മാരുടെ മധ്യത്തിൽ കുഞ്ഞാട്ടിൻ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മനോഹരമാം സീയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തുമ്പോ നിത്യമാം സന്തോഷം പ്രാപിക്കും വന്ന് ഞാൻ എൻ ശത്രുവിനത് എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയിടും ആനന്ദം പാടിയിടും ശ്രീയേശുരാജൻ മുൻപാകെ. കുഞ്ഞാട്ടിൻ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോഴൻ ഉള്ളം തുള്ളുന്നേ. ഈ ലോകസുഖം തള്ളി ഞാനാ ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയിടും. രാജൻ മോഹം കണ്ട എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. കുഞ്ഞാട്ടിൻ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. കൺചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെല്ലാവരും വീണ്ടെടുത്തു. ആ രക്തത്താൽ നമ്മളെല്ലാം ശുദ്ധനായി തീർന്നു എന്നാണ് ഇവിടെ പാട്ടുകാരൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം.
ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അൻപുള്ള പിതാവേ, സ്വർഗ്ഗ നല്ല ദൈവമേ, വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരുണയുള്ള പിതാവേ, സ്വർഗത്തിൽ അപ്പച്ച വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. കർത്താവേ, സമയം കർത്താവേ, നിന്റെ സന്നിധിയിൽ ലേഡീസ് മീറ്റിംഗ് ആയി കടന്നു വരുവാൻ തക്കണ ദൈവമായ കർത്താവ് ഞങ്ങളെ ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, വിശപ്പിച്ച ഒരുപോലെ ഞങ്ങളെ വിട്ട് കടന്നുപോയല്ലോ. ഹല്ലേലൂയ. യേശുവേ, കോഴിത്തിന്റെ കുഞ്ഞുങ്ങളെ ചെറുകടി വയ്ക്കുന്നത് പോലെ അപ്പം ഞങ്ങളെ കാത്തു വരുവാൻ ക്ഷണത്തിലൊന്നു പോലും കുറയാതെ എത്രത്തോളം ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ചതിനായി സ്തോത്രം. കർത്താവ് ഇന്ന് നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ. ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കണമേ. സമ്പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് അടിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ഇന്നത്തെ പ്രോഗ്രാം ഒന്ന് വായിക്കാം. സങ്കീർത്തനം വായന സിസ്റ്റർ സിനി ബാബു. റിപ്പോർട്ട് വായന സെക്രട്ടറി സിസ്റ്റർ ശൈല ബെന്നി. മധ്യസ്ഥ പ്രാർത്ഥന സിസ്റ്റർ മേരി ജോൺ. സ്പെഷ്യൽ പ്രോഗ്രാം ബേബിക്കുട്ടി സണ്ണി. ആൻഡ് മെസ്സേജ് സിസ്റ്റർ ഗ്രേസി പോൾ ആൻറ്റി. ലാസ്റ്റ് പ്രേയേഴ്സ് ആൻഡ് ആശീർവാദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ സങ്കീർത്തനം വായനയ്ക്കായി നമ്മുടെ സിസ്റ്റർ സിനി ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അധ്യക്ഷനായിരിക്കുന്ന സിസ്റ്റർ, വൈസ് പ്രസിഡന്റായിരിക്കും മേരിക്കുട്ടി ആന്റി, എല്ലാ മെമ്പേഴ്സിനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം ആദ്യം അറിയിക്കുന്നു. 3-ാം സങ്കീർത്തനമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിന് രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. നീ യഹോവേ ചുറ്റും പരിചയം, എന്റെ മഹത്വം, എന്റെ തല ഉയർത്തുവാനുമാകുന്നു. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്റെ താങ്കൽ ഉണർന്നിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നു. 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവയെ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെ ചെവിടുത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. യഹോവേ, രക്ഷ യഹോവയ്ക്കുള്ളതാവുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ സംഘത്തിന് കർത്താവ് അവിടുന്ന് തന്നവരേക്ക് ഉപയോഗിക്കാൻ സ്തുതിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം, ഒരു ഭക്തർ ജീവിതത്തിൽ ഒരു പ്രാധാന്യവും അർഹിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ, തലക്കെട്ടിൽ തന്നെ നോക്കുമ്പോൾ തന്റെ മകനായ ദാവീദ് അബ്ശലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. പ്രതികൂല അതിന് മധ്യയിലെ എല്ലാം ദൈവം ആ മധ്യത്തിലേക്ക് മനസ്സിലാക്കുക. ഇതിന്റെ പശ്ചാത്തലം പറയാണ് ശൗൽ 2 ശമൂവേൽ 15, 16, 17 എന്ന അധ്യായത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതിലെ തൽക്കെട്ടി തന്നെ ദാവീദ് ഇസ്രായേൽ രാജാവായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ അതിന്റെ ആ സമയത്ത് തന്നെ അബ്ശലോം ഒരു യെരൂശലേമിൽ ഒരു അകൃത്യം ചെയ്യുവാൻ ഇടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ആ അകൃത്യം ചെയ്തതിന്റെ അബ്ശലോം അവിടുന്ന് പുറത്താക്കി. അതിനുശേഷം അബ്ശലോം വന്നിട്ട് രാജാവിനെ കാണുവാൻ വന്ന എല്ലാ ഇസ്രായേലിനെയും കണ്ടിട്ട് അവരുടെ വിഷമങ്ങളും കേൾക്കുകയും ചെയ്തിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഒരു ന്യായം തരേണ്ടതിന്, എന്നാൽ ഇവിടെ ന്യായം പറയുവാൻ രാജാവ് ഹല്ലേലൂയ ആരെയും വെച്ചിട്ടില്ല. ഞാനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ന്യായം തന്നേനെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെയുള്ള ഇസ്രായേലിലുള്ളവരെല്ലാം ആ ഹൃദയം ഹല്ലേലൂയ ആ അബ്ശലോം അത് തന്ത്രപൂർവം ഹല്ലേലൂയ അത് കവർന്നു ഒരു സ്റ്റെപ്പായിട്ട് വെക്കുകയും ചെയ്തു. എന്നാൽ വളരെ വിചാരമായി നിൽക്കുന്ന ആ രാജാവിന്റെ കയ്യിൽ നിന്നും രാജ്യത്തും പിടിച്ചു മേടിക്കാനുള്ള ഹല്ലേലൂയ എല്ലാ തന്ത്രം അബ്ശലോം ചെയ്തു വെച്ചു. അങ്ങനെ ഒരു ദാവീദ് രാജാവ് മനസ്സിലായി, ഇവിടെ നിന്നാൽ എന്റെ ജീവന അപകടമായിരിക്കുമെന്ന്, ആപത്തായിരിക്കുമെന്ന് മനസ്സിലാക്കി ദാവീദ് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി സാഹചര്യത്തിൽ എഴുതിയതാണ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. രാജാവ് തലമുടിയും ചെരുപ്പ് ഇടാതെ ലജ്ജിതനായി, അല്ലെങ്കിൽ പലരുടെ മുമ്പിലോ തലയുയർത്തി നടക്കാൻ പറ്റാത്തൊരു സന്ദർഭം കരഞ്ഞുകൊണ്ട് നടക്കുന്നതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദിന്റെ കൂടെ നിന്നവർ, വീട്ടിലുള്ളവർ, രാജ്യത്തിന് എല്ലാം ഉള്ളവർ എല്ലാവരും
തനിക്കെതിരായി നിന്ദിച്ചപ്പോഴാണ് ദാവീദ് ഈ 3-ാം സങ്കീർത്തനം എഴുതുന്നത്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അല്ലെങ്കിൽ കടന്നു വരുമ്പോഴും ഒരുമിച്ച് നിന്ന് വരുന്നത് പോലെ തനിക്ക് പരിചയമില്ലാത്തവർ പോലും തന്നെ ശപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള സാഹചര്യം ദാവീദ് പറയുന്നു, യഹോവ എന്റെ സങ്കടം നോക്കി, ഇന്നും ഞാൻ കേൾക്കുന്ന ശാപം എനിക്കൊരു അനുഗ്രഹമായി തീരും. എല്ലാ പ്രതിസന്ധികളും ദൈവത്തിലുള്ള ഒരു വിശ്വാസ ദാവീദിനുണ്ടായിരുന്നു. ഇതായിരുന്നു 3-ാം സങ്കീർത്തനത്തിൽ എഴുതിയ സാഹചര്യം. ഹല്ലേലൂയ, സ്തോത്രം. വളരെ കഷ്ടത്തിന് നടുവിൽ, പ്രശ്നങ്ങൾ നടുവിൽ, അഗ്നിശോധന നടുവിൽ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. അനേകരുടെ ആശ്വാസമായി തീരുവാൻ ഇടയായിരുന്നു. ഇത് 1-ാം വാക്യത്തിൽ ദാവീദ് മനസ്സിലാക്കുന്ന ആരൊക്കെ തന്നോട് എതിർത്ത് നിൽക്കണമെന്ന്. അസഹ്യമായി തന്നോട് എതിർക്കുമ്പോൾ തനിക്ക് അനുകൂലമായിരുന്നവർ പോലും ഇപ്പോൾ തനിക്ക് എതിരായിരിക്കും. അവരെല്ലാം ദാവീദിനോട് പറയുന്നു, നീ ഇനി രക്ഷപ്പെടുകയില്ല എന്ന്. എന്നാൽ ദാവീദ് 3-ാം വാക്യത്തിൽ ദാവീദിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: അവരൊക്കെ എന്നോട് എതിർത്ത് എന്നെ തള്ളി പറഞ്ഞോട്ടെ, എന്നാൽ യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം, എന്റെ തല ഉയർത്തവനുമാകുന്നു എന്ന്. അവിടെ ദാവീദിന്റെ ദൈവത്തിലുള്ള ആ ധൈര്യം കാണുവാൻ നമുക്ക് സാധിക്കുന്നു. നമ്മെ ശപിക്കുന്നവരെയോ നമ്മളെ എതിർക്കുന്നവരെയോ നമ്മൾ നോക്കുന്നില്ല. കാരണം എന്റെ തല ഉയർത്തുന്നവൻ എന്നോട് കൂടെയുണ്ട്. സ്തോത്രം, സ്തോത്രം. വലിയ ധൈര്യമാണ് ദാവീദിന് അപ്പോൾ ദൈവത്തിന് കൂടെ ഉണ്ടായിരുന്നത്. പ്രിയസ് മക്കളെ, നമ്മളെ പറ്റി എന്തു പറഞ്ഞാലും രക്ഷയിലാന്ന് നമ്മളെ തള്ളിക്കളഞ്ഞാലും നിന്ദിച്ചാലും, എന്നാൽ കൂടെ ഇരിക്കുന്ന കർത്താവ് പറഞ്ഞവൻ ഇന്ന് നമ്മളോട് കൂടെയുണ്ട്. ദാവീദിനെ പോലെ നമുക്ക് ധൈര്യം തന്ന് നമുക്ക് മുന്നോട്ട് പോയി നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. ഈ പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ പ്രബോധത്തിൽ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. സങ്കീർത്തനം 3-ാം സങ്കീർത്തനമാണ്. അതിൽ നിന്നാണ് പ്രബോധിപ്പിച്ചിരിക്കുന്നത്. ദാവീദ് തന്റെ മകനായ അബ്ശലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. അതായത് അപ്പൻ മകനെ പേടിച്ച് ഓടിപ്പോയപ്പോൾ പറയുകയാണ്, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്റെ ശത്രുക്കൾ. അതായത് അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം, മകൻ പോലും അപ്പൊ അപ്പനും ശത്രുവായി തീർന്നു. ലാസ്റ്റ് അതില് നമുക്ക് 4-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമായ ഒരു നല്ലൊരു സങ്കീർത്തനത്തെ പ്രബോധിപ്പിച്ച സിസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നെക്സ്റ്റ് നമ്മുടെ റിപ്പോർട്ട് വായനയാണ്. അതിനായി നമ്മുടെ സിസ്റ്റർ ഷൈല ബെന്നിയെ ഞാൻ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ലേഡീസ് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ജെസ്സി സിസ്റ്റർ, നമ്മുടെ ലേഡീസ് മീറ്റിംഗിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മേരിക്കുട്ടി ആന്റി, ജോയിന്റ് സെക്രട്ടറിമാരായ തങ്കമ്മ ഗ്രബീൻ, അതുപോലെ ജാൻസി, ജെയ്സൺ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഈ സൂമിലായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 5/2/2024 ലേഡീസ് മീറ്റിംഗിന്റെ റിപ്പോർട്ട്. 5/2/2024 ലേഡീസ് മീറ്റിംഗിന്റെ റിപ്പോർട്ട്. ലേഡീസ് മീറ്റിംഗ് സിസ്റ്റർ ലതാ ഷാജിയുടെ അധ്യക്ഷതയിൽ കൂടി സിസ്റ്റർ ലതാ ഷാജി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. അതിനുശേഷം യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ എന്ന പ്രത്യാശ ഗാനം പാടി ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. തുടർന്ന് സിസ്റ്റർ ഗ്രേസി പോൾ ആന്റി 27-ാം സങ്കീർത്തനം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ചു. തുടർന്ന് സിസ്റ്റർ ഷൈല ബെന്നി കഴിഞ്ഞ ലേഡീസ് മീറ്റിംഗിന്റെ റിപ്പോർട്ട് വായിച്ചു. സിസ്റ്റർ ഗ്രേസി പോൾ ആന്റി റിപ്പോർട്ട് പാസ്സാക്കുകയും സിസ്റ്റർ ലതാ ഷാജി പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ ജെസ്സി ജോർജ് മനോഹരമായ ഒരു പാട്ട് പാടി. അതിനുശേഷമായി സിസ്റ്റർ സ്നേഹ ബിജോയ് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുകയുണ്ടായി. അതിനുശേഷമായി സിസ്റ്റർ സിനി ബാബു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തു. തുടർന്ന് സിസ്റ്റർ സിനി ബാബു ബൈബിൾ റെഫറൻസ് നടത്തി. തുടർന്ന് സിസ്റ്റർ സ്നേഹ ബിജോയ് മനോഹരമായ ഒരു കന്നഡ ഗാനം ആലപിച്ചു. തുടർന്ന് സിസ്റ്റർ ജാൻസി ജെയ്സന് പകരമായി സിസ്റ്റർ സ്നേഹ ബിജോയ് സ്പെഷ്യൽ പ്രോഗ്രാമായി സോങ് ഓഫ് റെഫറൻസ് നടത്തി. തുടർന്ന് സിസ്റ്റർ തങ്കമ്മ ഗ്രബീൻ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-29 വാക്യം വായിച്ച് ശമരിയാക്കാരത്തി സ്ത്രീ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ കാര്യവും മറ്റ് ദൈവിക ദൂതുകളും പറഞ്ഞ മെസ്സേജ് പറയുകയുണ്ടായി. തുടർന്ന് സിസ്റ്റർ ഗ്രേസി പോൾ ആന്റി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു. പാസ്സാക്കാമോ? എന്തെങ്കിലും ഭേദഗതി വരുത്താനുണ്ടെങ്കിൽ പറയാം. ഇല്ല എങ്കിൽ ഒരാൾ പാസ്സാക്കുകയോ ഒരാൾ പിന്താങ്ങുകയും ചെയ്യും. റിപ്പോർട്ട് പാസ്സാക്കാം. ഓക്കെ, ഒരാൾ പാസ്സാക്കാം. ഞാൻ പാസ്സാക്കി. ഓക്കെ.
ഓക്കെ സിസ്റ്റർ, അടുത്ത പ്രോഗ്രാം തുടങ്ങിക്കോ. ഞാൻ പാസ്സാക്കിയിരുന്നു, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും. സിനി ബാബു സിസ്റ്റർ അല്ലേ പാസ്സാക്കിയത്? ആദ്യം ഒരാൾ പാസ്സാക്കി, അത് കഴിഞ്ഞാൽ ജെസ്സി സിസ്റ്റർ പറഞ്ഞു. അപ്പൊ സിനി ബാബു സിസ്റ്റർ പാസ്സാക്കി, ജെസ്സി സിസ്റ്റർ പിന്താങ്ങിയെന്ന് വെക്കാവേ. ഓക്കെ ഓക്കെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ റിപ്പോർട്ട് മനോഹരമായ രീതിയിൽ നമ്മുടെ സിസ്റ്റർ സെക്രട്ടറി അവതരിപ്പിച്ചതിനായി നന്ദി. നെക്സ്റ്റ് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതിനായിട്ട് സിസ്റ്റർ മേരി ജോൺ സിസ്റ്ററിനെ ക്ഷണിക്കുന്നു. ആമേൻ. സ്തോത്രം. മേരി ജോൺ സിസ്റ്റർ ഉണ്ടോ? ഉണ്ട്. മേരി ജോൺ അല്ല, മേരി ജോർജ് ആണ്. ആന്റി കേട്ടോ? പ്രാർത്ഥിച്ചോ സിസ്റ്റർ? മേരി ജോർജ് ആണ്, മേരി ജോൺ അല്ല. കുഴപ്പമില്ല, അറിയാന്നല്ല. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ച ജെസ്സി സിസ്റ്റർ, ഷൈല സിസ്റ്റർ, മേരിക്കുട്ടി ആന്റി, എനിക്ക് എല്ലാവരുടെയും സ്ഥാനമൊന്നും അറിയില്ല, അതുകൊണ്ട് ആരുടെയും സ്ഥാനം ഒന്നും എടുത്ത് പറയുന്നില്ല. എല്ലാ ദേവദാസിമാരോടും എന്റെ നന്ദി അറിയിക്കുന്നു, സ്നേഹം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ വിഷയങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് പനിയായിരുന്നു. കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? കേൾക്കുന്നുണ്ടോ? പനി ആയതുകൊണ്ട് ഞാൻ ഒഴിവാക്കാൻ നോക്കിയതാണ്. പിന്നെ സ്റ്റൈല സിസ്റ്റർ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനത് എടുത്തതാണ്. അപ്പൊ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ട്രിനിറ്റിൻ്റെതായ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതിൽ വളരെയധികം പ്രതികൂലങ്ങളും പോരുകളും എല്ലാം ആഞ്ഞടിക്കുന്നെന്ന് കഴിഞ്ഞ ദിവസം തോമസ് സാർ പറയുന്നത് കേൾക്കുവാനിടയായി. അപ്പോൾ അതിൻ്റെതായ പ്രതികൂലത്തിലൊന്നും തകർന്നു പോകാതെ പ്രവർത്തനം നല്ല നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കോർഡിനേറ്റർമാരെയും ഓർത്ത്, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരായിരിക്കുന്നിടങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ല നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിന് വേണ്ടി അവരെപ്പോഴും കർത്താവിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയത്തിനു വേണ്ടി ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. വാഗ്ദത്തത്തിന് വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ രാത്രിയുടെ ആമതി മധ്യസ്ഥ പ്രാർത്ഥനയായ കർത്താവെ, പറയപ്പെട്ട വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, മിനിസ്ട്രിയുടെ പ്രവർത്തനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അനേക പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കർത്താവെ, കൊടുങ്കാറ്റുകൾ ഞങ്ങളുടെ പടകിലടിക്കുമ്പോൾ നല്ല അമരക്കാരനായ യേശു ക്രിസ്തു ഞങ്ങളുടെ പടകിലുള്ളത് ഓർത്ത് സ്തോത്രം. ഈ മിനിസ്ട്രിയെ തകർക്കുവാൻ നോക്കുന്ന, അറപ്പാനും പിടിപ്പാനും പിശാച് വരുമ്പോൾ ജീവനുണ്ടാകാനും സമൃദ്ധി ഉണ്ടാകാനും വരുന്ന ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആഴയെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം കർത്താവെ, കൊടുങ്കാറ്റ് പേമാരിയും വന്നാലും കർത്താവെ അത് നിലനിൽക്കുന്നതാകയാൽ ശത്രു കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളെയും കർത്താവെ എതിരിടുവാനുള്ള ശക്തി നിന്നാ ഞാൻ പടക്കൂട്ടത്തിൽ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കുമെന്ന് പറഞ്ഞ ദൈവം, നിനക്കെതിരായി വരുന്ന ഒരു ആയുധം ഭരിക്കയില്ലല്ലോ. ഞാൻ ഉടമസ്ഥനും ഞാൻ ഉത്തരവാദി യേശുപ്പച്ചനാകിയാൽ ഈ മിനിസ്ട്രിയോട് കർത്താവ് കരുണ കാണിക്കുമാറാകണമേ. ഇതിനെ ഉയർച്ചമേൽ ഉയർച്ച പ്രാപിക്കട്ടെ. ദേശത്തെമ്പാടും കർത്താവ് ഇത് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ കർത്താവെ മുന്നോട്ട് പോകുവാൻ തടസ്സമായി നിൽക്കുന്ന ദേശാധിപതി ശക്തിമേൽ അന്ധകാരത്തിന്റെ കോട്ടമേൽ കർത്താവ് ജയമെടുക്കുമാറാകണമേ. ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമറുവാല ഉടച്ചു കളയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ മിനിസ്ട്രി ഏൽപ്പിക്കുന്നു. സർദാസിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. മിനിസ്ട്രിയോടുള്ള നല്ല ആലോചന, ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു കൊടുത്ത് ഉയർച്ചമേൽ ഉയർച്ച പ്രാപിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ കോർഡിനേറ്റർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാസനോട് ചേർന്നു നിന്നുകൊണ്ട് സ്നേഹത്തിന്റെ ഐക്യതയുടെ ആത്മാവിൽ നിൽപ്പാന് എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാന്, ഐക്യതയോടെ ചെയ്യുവാന് കർത്താവ് അങ്ങ് സഹായിക്കണമേ. പറയപ്പെട്ട രണ്ട് വിഷയങ്ങളെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായിട്ട് അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. അടുത്തതായിട്ട് കുഞ്ഞുങ്ങളുടെ പരീക്ഷയൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നല്ലോ. ആരുടെയൊക്കെ പരീക്ഷ ഇപ്പം നടക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പരീക്ഷയിലെ എല്ലാ മക്കളും വിജയിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ശാരീരിക മാനസികമായുള്ള പ്രയാസങ്ങളൊന്നും കൂടാതെ സന്തോഷത്തോടെ പോയി പരീക്ഷ എഴുതാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളതായ ദോഷമായ വഴികളിലേക്കൊന്നും പോകാതെ അവരുടെ ഹൃദയം ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തോട് പറ്റിയിരിക്കുന്ന കുഞ്ഞുങ്ങളായി തന്നെ ജീവിക്കേണ്ടതിന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
വടക്കേന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കാം. വടക്കേന്ത്യയിൽ ഇപ്പം വളരെയധികം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഛത്തീസ്ഗഡിലെല്ലാം ക്രിസ്ത്യാനിയാണെന്നുള്ളതിന്റെ പേരിൽ ഉപദ്രവിക്കും, കൊല്ലുകയെല്ലാം ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു. പല ദേവദാസന്മാരും ഉത്തർപ്രദേശിലെ അവിടെവിടങ്ങളിലായെല്ലാം ജയിലിലായിരിക്കുന്നു എന്ന് കേൾക്കാനിടയായി. വടക്കേന്ത്യ ഓർത്തും പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളുടെ പരീക്ഷയുടെ വിഷയം അവരുടെ ആത്മീയ ജീവിതത്തിന് ശത്രുവിന്റെ കയ്യിലൊന്നും അകപ്പെടാതെ ദൈവകരങ്ങളെ ഒരു പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടി 2 വിഷയത്തിന് വേണ്ടി ഒരാൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ഞങ്ങളുടെ ദാസി പറഞ്ഞതായ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. പരീക്ഷാ സമയങ്ങളാണല്ലോ കർത്താവ്. പ്രത്യാൽ ദൈവമേ, മോഡൽ എക്സാം ഒക്കെയും SSLCയുടെ നടക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും നന്നായി പരീക്ഷ അറ്റൻഡ് ചെയ്യുവാനും ഉന്നത വിജയം കൈവരിപ്പാനും ദൈവമായ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത മാസം നടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും പരീക്ഷയിൽ ദൈവസാന്നിധ്യം കൂടിയിരിക്കണം. +1-ന്റെയും +2-ന്റെയും കർത്താവെ, SSLC പരീക്ഷയും കർത്താവ് ഡിഗ്രിയുടെ പരീക്ഷയും ഒക്കെ നടക്കുന്ന കൊച്ചു ക്ലാസ് മുതൽ പ്രൊഫഷണൽ കോഴ്സ് വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷയിലൊക്കെയും ദൈവസാന്നിധ്യം കൂടിയിരിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവഭയത്തിൽ ദൈവകൃപയിൽ വളർന്നു വരുവാൻ ഇടയാകണമേ. ഒരിക്കലും ശത്രു കുഞ്ഞുങ്ങളെ തകർത്ത് കളയുവാൻ അനുവദിക്കരുത് കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം രക്തക്കൊട്ടുകൾ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വടക്കേന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സുവിശേഷ വേലയ്ക്ക് വളരെ പ്രതികൂലങ്ങൾ അവിടെ നടക്കുന്നു. അനേക സുവിശേഷ വിരോധികൾ കർത്താവെ ദൈവദാസന്മാരെ ദൈവമക്കളെയൊക്കെ ഉപദ്രവിക്കുകയും ജയിലുകളിലൊക്കെ അടയ്ക്കുകയും ചെയ്യുന്ന കർത്താവെ. ജയിലുകളിൽ കഴിയുന്ന ദൈവദാസന്മാരുടെ കുടുംബങ്ങളുടെ ഒക്കെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പത്രോസിന്റെ തടവറ അഴിയേണ്ടതിന് സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിന്റെ തടവറയിലേക്ക് ദൂതനെ അയച്ചതുപോലെ കർത്താവിന്റെ ദൂതന്മാരെ അയച്ച് ദൈവദാസന്മാരെ ഒക്കെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രതിസന്ധികളും മാറി കർത്താവ് വടക്കേന്ത്യയിലൊക്കെ സ്വാതന്ത്ര്യത്തോട് ദൈവത്തെ ആരാധിച്ച് ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സുവിശേഷ വിരോധികൾ ദൈവത്താൽ പിടിക്കപ്പെടുവാനും ഇടയാകണം. പ്രദാസി പറഞ്ഞ സകല വിഷയങ്ങൾ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. അടുത്ത വിഷയം, ദൈവമക്കളുടെ ഭവനങ്ങളിൽ ഇപ്പോൾ വളരെയധികം ആത്മഹത്യാ പ്രവണത ഏറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവദാസന്മാർ ആത്മഹത്യ ചെയ്യുന്നു, കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ മകള് ആത്മഹത്യ ചെയ്തു. ശനിയാഴ്ചയാണെന്നാ തോന്നുന്നു. ശനിയാഴ്ച, വെള്ളിയാഴ്ച. ആരെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഒരു പാസ്റ്ററുമുള്ളാണ്, കെട്ടിച്ച് വിട്ട ഒരു കൊച്ചുമുണ്ട്, 4 വയസ്സുള്ള ഒരു കൊച്ചുമുണ്ട്. അപ്പോൾ വളരെയധികം പ്രതികൂലങ്ങൾ ഈ നാളില് ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ ഭവനത്തിൽ പ്രത്യേകിച്ചും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പൈശാചികമായ ശക്തിയിൽ നിന്ന്, പാതാളത്തിന്റെ അധിപതിയിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥനയാൽ മാത്രമേ കഴിയുള്ളൂ. ശക്തമായ പ്രാർത്ഥന നമുക്കതിനു വേണ്ടിയിട്ട് ആവശ്യമാണ്. ഞങ്ങളിവിടെ വന്ന് 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കൊച്ചു ആത്മഹത്യ ചെയ്തതാണ്. അത് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അത് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പറഞ്ഞ അനുസരിക്കില്ല. പിന്നെ അധികം നമുക്ക് പ്രസ് ചെയ്യാനും പറ്റില്ല, എന്ത് കാര്യം പറയുവാണെങ്കിലും. അങ്ങനെയായപ്പോൾ അത് പിന്നെ അവസാനം ആത്മഹത്യ ചെയ്തു. അപ്പനും അമ്മയൊക്കെ ഒരു പാർട്ടീന്റെ ഇതിലൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. ആരാധനക്കൊക്കെ വരുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ കൊച്ച് ആത്മഹത്യ ചെയ്യാനിടയായി. 30 മണിക്കൂർ ആ കൊച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുക്കുകയും ചെയ്തേ സ്വന്തം. 30 മണിക്കൂർ ആ കൊച്ച വേദന അനുഭവിച്ചുകൊണ്ട് ബോധം കെടാതെ ഉറങ്ങാതെ കിടന്നു. അങ്ങനെ അത് മരിച്ചത്. അപ്പോ അത് ഒരു വിശ്വാസിയുടെ കൊച്ചാണ്. ഇപ്പൊ ദൈവദാസന്മാര് ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കേൾക്കുന്നു. ദൈവദാസന്മാരുടെ മക്കള്, ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കേൾക്കുന്നു. അങ്ങനെയുള്ള പ്രവണതയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കേണ്ടതിന്, നമ്മുടെ ഭവനത്തെയും നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കാക്കേണ്ടതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഒരാൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രത്തിന് വിശുദ്ധമായ സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പാതയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമനപ്പെട്ട് അടുത്ത് വന്നിരിക്കുന്ന കർത്താവ്, പ്രിയ ദേവദാസി പറഞ്ഞ വിഷയത്തെ ദൈവം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവ് കർത്താവ് വേഹാളെ ദേശത്തേക്കുന്ന ദൈവമക്കളെയും കർത്താവ് ദേവദാസന്മാരെയും കുടുംബമായി ദൈവം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തെ തകർത്ത് കളയുവാൻ ശത്രുവായൻ കർത്താവെ തക്കം പാർത്ത് നോക്കിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ ഒരു വിടുതലിന്റെ കരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളായി യുവതലമുറകളെ കർത്താവ് ശത്രുവായൻ കർത്താവ് വശീകരിച്ച് അവരെ നശിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വിടുതലിനെ കൊടുക്കുമാറാകണമേ. ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളെ വെളിപ്പെടുമാറാകണമേ എന്ന്
പ്രാർത്ഥിക്കുന്ന യുവജനങ്ങൾ ക്രിസ്തുവിനായ കർത്താവ് പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കണം. പാതപടത്തിലേക്ക് മടങ്ങി വരുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണം. ലോകത്തിലേക്ക് ലോകമ്പത്തിലേക്ക് വിരഞ്ഞോടി കർത്താവ് അവരുടെ ജീവിതം കർത്താവ് ഭാവി നശിച്ചു പോകാതെ വേണം ദൈവത്തിന്റെ പരിപാലനം സൂക്ഷിപ്പും കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാസന്മാരെ ദാസിമാരെ കർത്താവ് വിശ്വാസി കുടുംബങ്ങളെല്ലാം ദൈവമേ രക്തവെളുപ്പിലേക്ക് ഏൽപ്പിച്ച് സൂക്ഷിക്കുക കർത്താവ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിപാലനം സൂക്ഷിപ്പും കൂടി ഇരിക്കണമേ. ആര്യ ശത്രുവാന്റെ കർത്തകൾ ഏതാണ് അവരുടെ ഹൃദയത്തിൽ കർത്താവ് ശത്രുവാൻ വിഷയത്തിൽ വിതച്ച് കർത്താവ് അവരെ നിരാശപ്പെടുത്തി കർത്താവ് അവരെ ലോകത്തിലേക്ക് കർത്താവ് ഇറങ്ങി പോകാതെ വേണം. ഈ ദിവസങ്ങളെ ദൈവകൃപ വിട്ടു പോകാതെ വേണം. ദൈവത്തിൽ കർത്താവ് ആശ്രയം വെച്ച് ജീവിക്കുന്നവരെ സഹായിക്കണം. പലരും അഭിമുഖീകരിക്കുന്ന പലവിധമായ വിഷയങ്ങളെയും കർത്താവുണ്ടല്ലോ, ആ വിഷയങ്ങളെ മധ്യത്തിലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണം. പലരും കർത്താവ് മാനസികമായി തകർന്ന അവസ്ഥയിലായിരിക്കുന്നവരെ അവിടുന്ന് വിടുവിക്കുമാറാകണമേ. സാമ്പത്തികമായ പ്രയാസത്തിലായിരിക്കുന്നവർ അതിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. ഞെരുക്കത്തിൽ നിന്നും പ്രയാസത്തിൽ നിരാശയിൽ നിന്നും കർത്താവെ കടബാധത്തിൽ നിന്നെല്ലാം കർത്താവിന്റെ കുഞ്ഞുങ്ങളെ ഏവരെ വിടുവിക്കുകയും സന്തോഷവും സമാധാന അനുഗ്രഹമുള്ളവരെ തീരുവാൻ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരോടും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷ നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ടാകുമെന്നുള്ള വചനപ്രകാരം ഈ ദിവസങ്ങളെ നിരാശയുടെയോ കർത്താവെ ദുഃഖത്തിന്റെ വാർത്തകളല്ല സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ വാർത്തകൾ കേൾക്കുവാൻ ദൈവവചനങ്ങൾ കർത്താവെ ഹല്ല ദൈവസഭകള് കർത്താവെ ദേവദാസന്മാരുടെ കുടുംബങ്ങള് സഭയ കുടുംബങ്ങൾ എല്ലാവരും കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയെ സേവിക്കുന്നതിന് നമ്മളെ വ്യത്യാസം കാണുമാറ് ദേശ അത്ഭുതമായി അതിശയമായി കർത്താവിന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ ദൈവങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം പിതാവേ. ആമേൻ. പ്രാർത്ഥന സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാ ദിവദാസിമാരോടും നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് വേറെ പ്രത്യേകിച്ച് വിഷയമൊന്നും പ്രാർത്ഥിക്കണ്ടല്ലോ. ഉണ്ടോ സിസ്റ്ററെ പ്രാർത്ഥിക്കാൻ? പല സഹോദരിമാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിലും. അറിഞ്ഞു അറിയാതെയൊക്കെ രോഗത്തിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പനിയുടെ അസ്വസ്ഥയാലും പകർച്ചവ്യാധിയിലൊക്കെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. അവരെ ഞാൻ എഴുതി വെച്ചേക്കും, പക്ഷെ മറന്നു. ആ പകർച്ചവ്യാധി ഇന്ന് വളരെയധികം ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നു. പകർച്ചവ്യാധി വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളത് വിചാരിക്കാത്തതായ നിമിഷങ്ങളിലാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ കടന്നു വരുന്നത്. അത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ആ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പകർച്ചവ്യാധിയിൽ നിന്ന് അധികം നമ്മളെ വിടുവിക്കേണ്ടതിന് വേണ്ടി ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ സ്വർഗ്ഗം നല്ല പിതാവേ, ഹല്ലേലൂയ. പറയപ്പെട്ട വിശുദ്ധ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സ്തോത്ര. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ സുഖപ്പെട്ട മാരക രോഗങ്ങളാലും കർത്താവെ പശ്ചാത്തലൊക്കെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നത് സ്തോത്രം. കർത്താവെ കൽപ്പമേറിവിടേണ്ട കാര്യം കർത്താവ് നീട്ടുമാറാടുന്ന് പ്രാർത്ഥിക്കുന്നത് സ്തോത്ര. വിധമായ കർത്താവ് ശാരീരികാവസ്ഥയിലൊക്കെ ഭാരപ്പെടുന്നവരെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിങ്ങളുടെ പാളുകാരത്തോട്ട് സൗഖ്യമാക്കി വിടിയിക്കുമാറാടുന്ന് പ്രാർത്ഥിക്കുന്നത് സ്തോത്ര. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ ലോകത്താല് ശാരീരികാവസ്ഥയിൽ ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതകാരം നീട്ടുമാറണം. കർത്താവ് പൂർണ്ണമായ ഒരു വിടുതല അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്ര. പരസ്യവാദമൊക്കെ എല്ലാവരെയും വിടുവിച്ചുകൊള്ളും മാറണം. കർത്താവിന്റെ കൊട്ടകളിലെ കർത്താവ് എല്ലാവരെയും വഹിച്ചുകൊള്ളും മാറാണെന്ന് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കായ സ്തോത്രം. സാലേശു നാം തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗപിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം എന്ന് സ്തുതിക്കുന്നു. കർത്താവേ, സഹോദരിമാരാകുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുത്തു വരുവാൻ പല വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനെല്ലാം ദിവസം ഒരുക്കാനായിട്ട് നന്ദിയോടെ സ്തോത്രം എന്ന് സ്തുതിക്കുന്നു. കർത്താവേ, ദിവസം എന്ന് പറയുന്ന രാത്രികാലം കർത്താവ് ഞങ്ങൾ സമർപ്പിച്ചതായ ഓരോ പ്രാർത്ഥനാ വിഷയത്തിനു മേലും കർത്താവിന്റെ കരുന്നേറ്റ് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയങ്ങൾക്കും മറുപടി അയച്ച് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹത്തിന് തടസ്സമായി ജീവിതത്തിലുള്ള എല്ലാ കുറവുകളും കർത്താവ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ ഹാലേലൂയ. അതൊക്കെ സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാന്റെ ഗുണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കൂടെ കർത്താവിന് പാതോട് പിന്നെ ഞങ്ങളായിരിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത സിസ്റ്റർ മേരി ജോർജ് ആന്റിയോടുള്ള നന്ദി സ്നേഹം അറിയിക്കട്ടെ. പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്ത ലതാ സിസ്റ്റർ ആന്റി, ശൈല സിസ്റ്റർ, സിനി സിസ്റ്റർ, നിഷ ഡേസി സിസ്റ്റർ എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെക്സ്റ്റ് നമുക്ക് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. അത് നമ്മുടെ സിസ്റ്റർ ബേബിക്കുട്ടി സണ്ണി സിസ്റ്റർ ആണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു സ്പെഷ്യൽ പ്രോഗ്രാം, ഞങ്ങൾ ഒരു ഗ്രൂപ്പ് സോങ് ആണെന്ന് പാടുന്നത്. കരുണയിൻ സാഗരമേ ശോക കൊടും വൈനേ
കരുണയിൻ സാഗരമേ ശോകക്കൊടുമേറിടുമ്പോ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ കൃപയരുൾക കൃപയരുൾക അളവെന്നെ പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമിടുമ്പോ രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോ അമിതബലം അരുളി പ്രൈസ് ലോർഡ്. ഒന്നും കേൾക്കുന്നില്ല. എന്റെ നെറ്റിന്റെ പ്രോബ്ലം ആണോ? ആർക്കും കേൾക്കുന്നില്ലല്ലേ? നെറ്റ് പോയെന്ന് തോന്നുന്നു, കട്ടായി പോയെന്ന് തോന്നുന്നു. അതേന്ന് തോന്നുന്നു. സ്പെഷ്യൽ പ്രോഗ്രാം ഏതായാലും ഒരു പാട്ടിലൂടെ നമ്മളോട് ഏതായാലും നമ്മുടെ സിസ്റ്റർ കേൾപ്പിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു നെറ്റ് പോയെന്നാ തോന്നുന്നത്. ഓക്കെ, താങ്ക് യു സിസ്റ്ററെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത നമുക്ക് മെസ്സേജ് കേൾക്കാം. മെസ്സേജിനായി നമുക്ക് ദേശനിൽ കാത്തിരിക്കുക. പ്രൈസ് ലോർഡ്. സിസ്റ്റർ ഗ്രേസി പോൾ ആന്റിയാണ് മെസ്സേജ് സ്പെഷ്യൽ പ്രോഗ്രാം നടത്താമെങ്കിൽ നടത്താം കേട്ടോ, സമയമുണ്ട് നമുക്ക്. സ്പെഷ്യൽ പ്രോഗ്രാം ആർക്കെങ്കിലും നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നടത്താം, നമുക്ക് സമയമുണ്ട്. അനുഭവ സാക്ഷ്യത്തിൽ ആള് കിട്ടാഞ്ഞുകൊണ്ട് ആ പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു. ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടത്തിക്കുക. വെൽ പ്രിപ്പയർഡ് ആണല്ലോ എപ്പോഴും. അപ്പടി ഞാനൊരു പാട്ടിന്റെ പറയാം, അതിന്റെ ബാക്കി പാടാവോ? കർത്താവിൻ സന്തോഷം അവനൻ ബലം പാരീതിൽ പാർക്കും നാളവനെന്തേലും. പഴയ പാട്ടാ. അവനെന്റെ സങ്കേതം അവനെന്റെ സർവവുമേ അവനെന്റെ സങ്കേതം വിശ്രമം നാൾതോറും അവനെന്റെ സർവവുമേ. താങ്ക് യു. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അപ്പച്ചൻ മരിച്ചല്ലോ, മുട്ടം വർഗീസ് അപ്പച്ചൻ. അറിയാവോ? മുട്ടം ഞങ്ങളുടെ കോട്ടയത്താണ്. അറിയാവോ? അപ്പച്ചനെ എല്ലാവർക്കും അറിയാവുന്ന അപ്പച്ചൻ എഴുതിയ ഒരു വലിയൊരു നല്ലൊരു പാട്ടുണ്ട്. നീ തളരുകയോ ഇനി സഹജേ, നിന്നെ വിളിച്ചവനും മേയുള്ളോർ കണ്ണിൻ മണി പോലെ കാത്തിടുവേ, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തേട്. അത് തന്നെ കറക്റ്റാണ്. നമ്മുടെ ഒരു ഭാര്യയും ഭർത്താവും, അതായത് ദേവദാസനാണ് ആ പാസ്റ്റർ, ഭാര്യ ദേവദാസി പാട്ടുകാരിയാണ്. മാവേലിക്കരക്കാരറിയാമോ അതാരാന്നുള്ളത്? അവരെഴുതിയ ഒരു വലിയൊരു നല്ല മഹത്തായ ഒരു പാട്ടുണ്ട്. അത് ഒത്തിരി പഴയതാ. ചിലപ്പോ നമ്മുടെ ഗ്രേസി പോൾ ആന്റിക്കൊക്കെ അറിയാം. മുമ്പേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോൺ എടുത്തപ്പോ ആ പാട്ട് കേട്ട്. മാവേലിക്കര രാജു മനസ്സേമരുതേ കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്, കണ്ണുകൾ കാൺമതില്ല കാതുകൾ ശരിയാ, കറക്റ്റാണ്. ലതാ സിസ്റ്റർ പാടിയ പാട്ട് കറക്റ്റാണ്.
ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കേൾപ്പതില്ല ഒരു ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല. നിന്നവൻ മറന്നുപോയത് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇതിപ്പോ 2-3 ഞാൻ പഴയതാ ചോദിച്ചത്. ഇനി ഒരു പുതിയ പാട്ട് ചോദിച്ചാൽ എല്ലാരും പെട്ടെന്ന് ചാടി പറയായിരിക്കും. എന്റെ പുരയ്ക്കകത്ത് വരാൻ. ഈ പാട്ട് എഴുതി പാടിയത് ആരാന്ന് അറിയാമോ? അനിൽ അടൂർ. ഞാൻ പോരാത്തവനാണേ അനിൽ അടൂർ. കൂടെ നിരിപ്പാനും. പേര് പറഞ്ഞു അവിടെ. ഡേവിസൺ, മിസസ് ഡേവിസൺ പറഞ്ഞു. ആരാ? അനിൽ അടൂർ. ഡേവിസൺ മാസ്റ്റർ. അനിൽ അടൂരാണ്. കറക്റ്റ് ആണ്. ഏകദേശമൊക്കെ ഇപ്പൊ എല്ലാവരും. എനിക്ക് പാട്ടിനെ കുറിച്ച് അറിയുള്ളൂ, വേറൊന്നും അറിയില്ല കേട്ടോ. ഇനി എന്താണെങ്കിലും നമ്മള് പെട്ടെന്ന് ഒരു പ്രോഗ്രാം എനിക്ക് തന്നപ്പോ എന്ത് പറയണം എന്നറിയില്ല. ദിവസേനയില് നമുക്കൊരു 5-6 പാട്ട് പാടാൻ നിൽക്കണം. ദൈവമായ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമുക്ക് ഇനി മെസ്സേജ് കേൾക്കാം. അതിനായിട്ട് ഞാൻ ഗ്രേസി പോൾ ആന്റിയെ ക്ഷണിക്കുന്നു. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ പരിനാമത്തെ ഓർത്ത് നന്ദിയുടെ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം, അതിന്റെ 15-16 വാക്യങ്ങൾ. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തു, നീ എന്നോട് നിലവിളിക്കുന്ന എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടുക, അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. ഒരു വാക്ക് വായിക്കാം. കർത്താവേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കട്ടെ. വലിയൊരു സമയത്തിനായിട്ട് സ്തോത്രം. അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്നതിനായിട്ട് സ്തോത്രം. ലൈനുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ അടിയാട്ടിയും സമ്പൂർണ്ണമായി ദൈവസ്ഥനിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞാടെ രക്തത്തിൽ ഞങ്ങളെ കഴുകണമേ. അവിടെ ഞങ്ങളോട് സംസാരിക്കണേ. അവിടുത്തെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. കർത്താവേ, പാറയെ തകർക്കുന്ന ചുറ്റിയാണല്ലോ കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണേ. കേൾക്കുന്ന വചനടിയങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷമായി തീരുവാൻ കർത്താവ് മഹത്വം എടുക്കണേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ഇസ്രായേൽ മക്കൾ ചെങ്കട തീരത്ത് വന്നപ്പോൾ അവർക്ക് മുൻപോട്ട് കടക്കാൻ വയ്യ. 2 വശത്തും തിരമാലകൾ, വൻ തിരമാല. പുറകോട്ട് നോക്കുമ്പോൾ ഫറവോനും സൈന്യം. അവരെന്ത് ചെയ്യാനാണ്? അവർ മോശയോട് പിറുപിറുക്കുകയാണ്. ഞങ്ങളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങൾ ആ മിസ്രൈമിൽ അവർക്ക് അടിമപ്പേൽ എഴുതി, ഞങ്ങൾക്ക് അവിടെ ഊഴിയ വിചാരന്മാർ, ഞങ്ങൾ വല്ലോ പണിയൊക്കെ ചെയ്ത് അവിടെ ജീവിച്ചത്, ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് മോശയോട് കിടന്ന് പിറുപിറുക്കുക. മോശ ദൈവത്തോട് നിലവിളിക്കുക, ഈ ജനം എൻ്റെ നേരെ പിറുപിറുക്കുന്നു, കരയുന്നു, എന്ത് ചെയ്യണം പറഞ്ഞ്. കർത്താവ് മോശയോട് പറഞ്ഞു, നീ നിലവിളിക്കണ്ട, നിന്റെ കയ്യിലിരിക്കുന്ന ആ വടി ആ ചെങ്കടമേൽ നീട്ടുക, അത് 2 പിളരും. അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ പോലെ മോശ ആ ചെങ്കട നേരെ വടി നീട്ടി. വടി നീട്ടിയപ്പോൾ ചെങ്കട 2 ഭാഗിച്ചു. ദൈവമക്കൾ അവരെല്ലാം അങ്ങോട്ട് കടന്നു. ജനം പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെട്ട് പിന്മാറിപ്പോയെങ്കിൽ വീണ്ടും അവർ മിസ്രൈമ്യർക്ക് അടിമപ്പണി ചെയ്യുമായിരുന്നു. പക്ഷേ അവർ ആ പ്രശ്നങ്ങളെ കണ്ട് മുൻപോട്ട് യാത്ര ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് അവർ വിജയം കൈവരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളും പ്രശ്നങ്ങളെ കണ്ട് മുൻപോട്ട് പോകാനല്ല, പ്രശ്നങ്ങളെ മാറ്റുവാൻ കഴിവുള്ള കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഇസ്രായേൽ മക്കളുടെ നദീതീരത്ത് വന്നപ്പോൾ ഏലിയാവും ഏലീശയും 2 രാജാക്കന്മാർ 2-14 കാണുന്ന ഏലിയാവും ഏലീശയും ചെങ്കട വെള്ളം കണ്ടപ്പോൾ, യോർദാൻ വെള്ളം കണ്ടപ്പോൾ എങ്ങനെ കടന്നു പോകുന്നു കണ്ട് അവരാ പുതപ്പെടുത്ത് അടിച്ച് അവരും കടന്നുപോയി. അതുപോലെ യോശുവയുടെ പുസ്തകത്തിന് 10-ാം അധ്യായത്തിൽ കാണുന്നു, പെട്ടകം ചുമത്ത പുരോഹിതന്മാർ യോർദാൻ നദി കണ്ടപ്പോൾ അവരും ദൈവത്തിൽ ആശ്രയിച്ച് ആ നദി കടന്നുപോയി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് വിരോധമായി ശത്രു എത്ര കണി ഒരുക്കിയാലും, എരികോ മതിൽക്ക് തുല്യമായ കോട്ടകൾ ഉണ്ടാക്കലും അനേകം വെല്ലുവിളി ഉണ്ടാക്കിയാലും നാം ഭയപ്പെടുകേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി ദൈവം വാദിക്കുന്ന ദൈവമാണ്. അതെ, മോശയെ പോലെ, ദാവീദിനെ പോലെ നമുക്ക് പാടാം. ദാവീദ് കിന്നരമെടുത്ത് അങ്ങോട്ട് പാടാൻ തുടങ്ങി. അവന് പ്രശ്നം വന്നപ്പോൾ അവൻ പറയാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ട് നേരെ പാഞ്ഞെല്ലും, എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കിടക്കും. അതുകൊണ്ട് വിഷമിക്കല്ല. സങ്കീർത്തനം 18-ാം സങ്കീർത്തനം 29-ാം വാക്യത്തിൽ കാണുന്നു. അതുപോലെ തന്നെ വാക്യം 2 ശമൂവേൽ 23-19 കാണുന്നു. അത് നിന്നാൽ ഞാൻ പടക്കൂട്ടം നേരെ പാഞ്ഞെല്ലും, എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കിടക്കും. അവരത് മതിൽ ചാടിക്കടന്നു. ഇസ്രായേൽ മക്കൾ
അവർക്ക് വേണ്ടി ദൈവം ചെങ്കടലിനെ രണ്ടായി പായിച്ചു. അതിന്റെ നടുവിൽ കൂടെ അവരെ നടത്തിയെന്ന് പറയണ. ഇന്ന് കണ്ടുള്ള മിസ്രൈമിൽ നിങ്ങൾ കാണണ്ട, രാത്രിയെ പ്രകാശമാക്കിയെന്ന് പറഞ്ഞ എല്ലാം നേരെയാക്കി തരും. അവർ വിശ്വാസത്താൽ ചെങ്കടൽ കടന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ആരുമില്ല എന്ന് ഓർക്കും. അതെ, 14 യഹോവ തന്നെ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാൻ രക്ഷ കണ്ടുകൊള്ളുവേ. ഇന്ന് നിങ്ങൾ കണ്ടുള്ള മിസ്രൈമിനെ ഇനി കാണില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. നമ്മുടെ ന്യായങ്ങൾ സ്ഥാനത്താണോ? നമുക്ക് വേണ്ടി നീതി നടത്തുവാൻ തരുവാൻ ആരുമില്ലയോ എന്ന് നാം വിഷമിക്കേണ്ട കഥ. യഹോവയായ ദൈവം തന്നെ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ദൈവമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണെന്ന് പറഞ്ഞ് മുൻപോട്ട് അവർ പോയി. അത് 1 ശമൂവേൽ 17 അധ്യായം 8, 9, 10 വാക്യങ്ങൾ കാണുന്നു. ഇസ്രായേൽ പാളയത്തിൽ ഒരു ഫെലിസ്ത്യൻ മന്നൻ വന്ന് ഇസ്രായേലോട് യുദ്ധം ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുത്ത ദൈവമക്കളെയും ഇസ്രായേൽ ജനത്തെയും ഭയപ്പെടില്ലാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, എന്നോട് അംഗം പൊരുതി ജയിക്കാൻ ആര് കഴിയുമെന്നും പറഞ്ഞ് ഫെലിസ്ത്യൻ മന്നൻ കിടന്ന് അവിടെ പറയുകയാണ്. പക്ഷേ അത് കേട്ട് ജനങ്ങൾ, അന്ന് ഭരിച്ചിരുന്ന ശൗൽ രാജാവും സേനാധിപന്മാരും എല്ലാവരും ഭയപ്പെട്ടു. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങനെ ഇതിനെ ജയിക്കും? ആ സമയത്താണ് ദാവീദ് പറയാണ് 1 ശമൂവേൽ 17 33, 34 വാക്യങ്ങൾ. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. ഞാൻ ചെന്ന് അപ്പന്റെ ആടുകളെ ഞാൻ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരു കരടിയും വന്നു. ആ കൂട്ടത്തിൽ ആട്ടുംകുട്ടിയെ പിടിച്ചു. ഞാൻ അതിനെ പിന്തുടർന്നു. അതിന്റെ വായിൽ നിന്ന് രക്ഷിച്ച കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. ഈ യെരമ്യായ ഫെലിസ്ത്യന് ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആക്കും. ദാവീദിന്റെയും സിംഹത്തിന്റെ കയ്യിൽ നിന്ന് കരടിയെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ വാഴ്ത്തു എന്ന് പറഞ്ഞ് ദാവീദ് ഒരു കല്ലും കവണയും എടുത്ത് അവന് ആ ഫെലിസ്ത്യൻ മല്ലനെ വീഴ്ത്തി. ദൈവമക്കളെ, ആരാണ് യുദ്ധം ചെയ്ത? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അവർ ഭയപ്പെട്ടു. നമുക്ക് വിരോധമായി ശത്രു എത്ര കണിയൊരിക്കാലും യഹോവയായ കർത്താവ് നമുക്ക് പരാക്രമശാലിയായി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ദാവീദ് 27-ാം സങ്കീർത്തനം പറഞ്ഞു, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ പേടിക്കയില്ല. കർത്താവ് ഞാൻ സേവിക്കുന്ന ജയവീരനാണ്, ജയശാലിയാണ്, അവന്റെ രക്ഷകനാണ്, എന്റെ വീണ്ടെടുപ്പുകാരനാണ്. എന്റെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. സിംഹത്തിന്റെ വായെ വിടുവിച്ചൻ, സിംഹത്തിന്റെ കയ്യിൽ കരടിയെയും സിംഹത്തെയും വിടുവിച്ചൻ, എന്നെയും വിടുവിക്കും എന്ന് പറഞ്ഞു. അതേ സമയത്ത് ഏലീശയ്ക്ക് വിരോധമായി ഒരു വൻ യുദ്ധം വന്നു. പക്ഷെ ഏലീശയും സൈന്യവും എല്ലാം പേടിച്ചു. പക്ഷെ ഏലീശ ധൈര്യപ്പെടുത്തി, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ പേടിക്കണ്ട. ദൈവമക്കളെ, നമ്മളിലുള്ളവനാണ്, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ വസിക്കുന്നത്. നിങ്ങളിലുള്ളവൻ ലോകത്തിനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ 4:4 പറയുന്നു, നിങ്ങളിലുള്ള ലോകത്തിനേക്കാൾ വലിയവനാണ്. ആ വലിയവനായ കർത്താവ് നമ്മളെ സേവിക്കുന്നു. നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ പ്രശ്നങ്ങള്, ഓളങ്ങള്, തിരുമാള്, കഷ്ടങ്ങള്, ദുഃഖങ്ങളൊക്കെ ഉണ്ട്, രോഗദുഃഖമുണ്ട്. എങ്കിലും എല്ലാറ്റിന്മേലും വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ദൈവസന്നിധി നമ്മൾ പൂർണ്ണ പ്രത്യാശയോടെ നമുക്ക് വേണ്ടി ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ ഇന്ന് നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. ഒരു സൈന്യം നിന്റെ പേരെ പാളയമിറങ്ങാനും ഭയപ്പെടുകയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധം ഫലിക്കയില്ലെന്ന് യെശയ്യാവ് പറയുന്നുണ്ട്. അതേ ദൈവമക്കളെ, നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ ഓളങ്ങളെ, തിരുമാല, പ്രത്യേകിച്ച് ഈ സമയങ്ങളൊക്കെയും ദൈവമക്കൾ, നമ്മളെ പോലെ ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം നിന്നകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കടമയാത്രയുള്ള ലോകത്തെ ജയിച്ച ജയവീരൻ നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ, വിശ്വാസം വിട്ടുപോകരുതേ, ക്ഷീണിച്ചു പോകരുതേ, തളർന്നു പോകരുതേ. പ്രശ്നങ്ങളുടെ മുൻപിൽ നമ്മുടെ ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മളെ വിടുവിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിച്ചിരിക്കാൻ സ്തോത്രം. ദൈവം തന്റെ കുഞ്ഞുങ്ങളെ ഒരിക്കലും കൈയിടയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. അത് ഏത് സാഹചര്യത്തിൽ. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്ത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ, വിശ്വാസം ഉറച്ചു നിർത്തുവാൻ, പ്രശ്നങ്ങളെ കണ്ട് മാറുവാനല്ല, പ്രശ്നങ്ങളെ മാറ്റുവാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ പിതാവാണ്, രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്. നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് അടുത്തിരിക്കാൻ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ തന്നെ ഓടാം. അങ്ങനെ ഒരു സമയം എനിക്ക് തന്ന പ്രിയപ്പെട്ട എല്ലാവരോടും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇതിന്റെ ഭാരവാഹികളായ പ്രിയപ്പെട്ടവരെ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു ആന്റി. ഞാൻ ഒന്നും കേട്ടില്ല, എന്റെ നെറ്റ് എല്ലാം കട്ടായി പോവുകയായിരുന്നു. ആന്റി അടുത്ത ആപ്തവാക്യം ഒന്നും കേട്ടില്ല. പക്ഷെ ഞാൻ ലാസ്റ്റ് ഒന്ന് കേട്ടു.
1 ശമൂവേൽ 17:49 വാക്യം, ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പ് 49 അല്ലായിരുന്നു. അത് മാത്രം കേട്ടല്ലോ. സഞ്ചിയിൽ കൈയിട്ട് കല്ലെടുത്ത് കവണിയിൽ നിന്ന് വീശി ഫെലിസ്ത്യൻ നെറ്റിക്ക് എറിഞ്ഞു. ഫെലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, ബാക്കിയൊന്നും കേട്ടില്ല. എന്തായാലും ദേവസനെ ഇത്രയും നേരം നമ്മളോട് സംസാരിക്കുവാൻ നമ്മുടെ ദൈവമായ കർത്താവ് ആന്റിയെ ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം. ഇനിയും ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കുമാറാകട്ടെ. താങ്ക് യു ആന്റി. ഇപ്പൊ ഇവിടെ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രയറും ആശീർവാദവും ഉള്ളു. അതിനായിട്ട് ഞാൻ നമ്മുടെ താമസങ്ങളിന്റെ അമ്മച്ചിയെ ക്ഷണിക്കുന്നു, പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനായി. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തുതിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മാറ്റമില്ലാത്ത അപ്പച്ചന്റെ സന്നിധിയിൽ കർത്താവേ, സേവ്യ സംഘമായി അല്പസമയം അവിടുത്തെ സന്നിധിപ്പാന് പല വിഷയങ്ങളുമായി അവിടുത്തെ സന്നിധി കടന്നു വരുവാൻ തൊക്കുന്ന അടികളെ ഒരിക്കൽ ഓർത്തങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആ വിഷയത്തിന്മേലൊക്കെ അവിടുന്ന് പ്രവർത്തിച്ച ദൈവമായിരിക്കാരങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോക രാഷ്ട്രങ്ങളെ ഏൽപ്പിക്കുന്നു, ഭരണകർത്താക്കന്മാരെ ഒക്കെ ഏൽപ്പിക്കുക കർത്താവേ. അതേ ലോകത്തൊക്കെയും കർത്താവെ വൈഷമ്യ വീടുകളെ ഏറിക്കൊണ്ടിരിക്കുന്ന ഈ സമയം കർത്താവെ അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മറവിലെ സുവിശേഷ വേലക്കാരെയും വേറെ സ്ഥലങ്ങളെയും കർത്താവെ അവിടുന്ന് സഹായിക്കണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേല ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുന്നു കർത്താവെ. അവരോട് മനസ്സലിഞ്ഞ് കർത്താവെ അതിന്മേൽ പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ശക്തിയെ ദൂരീകരിക്കുവാൻ നോക്കണം. എന്റെ പിതാവ് വലിയവനായിരിക്കാനും സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക കർത്താവെ. അങ്ങനെയുള്ള മാനവജാതികൾക്കെയും കർത്താവെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നോക്കണം. എന്റെ ദൈവമേ, വചനത്തെ അയക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുക രാജാവേ. വചനം വായിച്ചവരത്തിനെ അവിടുത്തെ സന്നിധിയിൽ അടിപ്പിക്കാൻ നോക്കണം. എന്റെ പ്രിയൻ വലിയവനാകയാലും സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. മാതാക്കളാവുന്ന അടികൾ അവിടുത്തെ സന്നിധിയിൽ കാഴ്ച പ്രാർത്ഥിക്കല്ലാതെ ഞങ്ങളെ ലാഭമൊന്നുമില്ല പ്രിയനെ. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഏൽപ്പിക്കുന്നു, കേരളത്തെ ഏൽപ്പിക്കുന്നു. എന്റെ കർത്താവെ, ബന്ധനങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്ന സമയം കർത്താവെ രാജ്യത്തെ രക്ഷിക്കണമേ നമ്മോട് പ്രാർത്ഥിക്കുക രാജാവേ. കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹിന്ദു രാജ്യം ഒരു കർത്താവെ ദൈവസ്നേഹത്തോട് വളരുവാൻ തൊക്കണം കർത്താവെ. പ്രാഗൽഭ്യത്തോടെ വചനത്തെ അയക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വേറെ ചെയ്യുന്നതിന്റെ മക്കളെ അവർ സഹായിക്കണം, അനുഗ്രഹിക്കണം. പ്രത്യാല് ചെയ്യാവുന്ന സുവിശേഷ വേല അവസരത്തിൽ കാഴ്ചവെക്കുക കർത്താവെ. അതുമൂലം കർത്താവെ ലോകത്തുടെ എല്ലാ മാനവജാതിയും രക്ഷപ്പെടുവാൻ എന്റെ ദൈവമേ വചനത്തെ അയക്കുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തിക്കുന്നവരെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രത്യേക കർത്താവെ ഞങ്ങൾ വന്ന് പാർക്കുന്ന പട്ടണത്തെ ഏൽപ്പിക്കുക, അമേരിക്കയെ ഏൽപ്പിക്കുന്ന കർത്താവെ, വണ്ണത്തക്കന്മാരെ ഏൽപ്പിക്കുക കർത്താവെ. സമാധാനത്തോടെ പരിപാടി ദൈവകൃപ അവർക്ക് കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, ഇവിടുത്തെ വേല ചെയ്യുന്ന എല്ലാ പോലീസുകാരെയും പോലീസ് ഓഫീസർമാരെയും ഒക്കെ ഏൽപ്പിക്കുന്നു. സന്നദ്ധ ഭടന്മാർക്കായി സ്തുതിക്കുന്ന കർത്താവെ. അവരൊക്കെ ഈ രാജ്യത്ത് ചെയ്യുന്ന സേവനങ്ങളെ അവിടത്തേക്ക് പ്രസാദകരമായി തീരുവാൻ മക്കളെയൊക്കെ ശാക്തീകരിക്കണം, ബലപ്പെടുത്തണം ഞങ്ങളുടെ പ്രാർത്ഥിക്കുക. അപ്പൊ ഓരോ ദുഷ്ടനും വന്ന് ഈ രാജ്യത്തെ അധീനരാക്കുവാനും അനുവദിക്കരുതേ ഞങ്ങളുടെ നാമത്തിൽ ഏൽപ്പിക്കുക കർത്താവെ. പരിശുദ്ധ പിതാവെ അവർ സഹായിക്കണം, ശക്തീകരിക്കണം പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, ഇവിടെ ചെയ്യുന്ന സുവിശേഷ വേലക്കാരെയും വേല സ്ഥലങ്ങളെ ഏൽപ്പിക്കുന്നു. അവരൊക്കെ ദൈവനാമം ഉയരുവാൻ തൊക്കണം, വേല ചെയ്യുവാൻ തൊക്കണം. എന്റെ മക്കളെയൊക്കെ അധികം ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക വിഷയങ്ങൾ അവിടുത്തെ പാദപുരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രത്യേക ഞങ്ങളുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. മദ്യപാനത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട അനേക കുഞ്ഞുങ്ങൾക്ക് കർത്താവെ. അതുമൂലം മാതാപിതാക്കന്മാരെത്രയോ പേര് കർത്താവെ പ്രയാസത്തിലെ ഭാരങ്ങളെ ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്നപ്പാ. നീ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തൊക്കണം. എന്റെ പ്രിയനെ ഓരോരുത്തരുടെ മേലും അവരുടെ കൃപ അയക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുക രാജാവേ. യൗവനക്കാരായ കുഞ്ഞുങ്ങൾ കർത്താവെ, കോളേജുകളിലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, പരീക്ഷയ്ക്കായി ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ, ജോലിക്കായി കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, ജോലി ഇല്ലാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ അപ്പ അല്പസമയം തന്നല്ലോ, പിന്നെയും ഞങ്ങളെ എല്ലാവരും ഒരുപോലെ അവിടുത്തെ ഒരു പ്രാവശ്യം താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവം ജീവിക്കുന്ന ദൈവമായിരിക്കാൻ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അന്ത്യത്തോടെ ഞങ്ങളെ വഴി നടത്തിക്കാട്ട് മാനവും മഹത്വത്തേക്ക് യേശു അപ്പ അവിടുത്തെ പൊതുനാമത്തിൽ തന്നെ യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാവണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലെ
കൂടി വന്നിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളും മേലെ അവരുടെ കുടുംബത്തിന്മേലെ കുഞ്ഞുങ്ങളിന്മേലെ ഒക്കെ അവിടുത്തെ കൃപയും കരുണയും സാന്നിധ്യവും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിച്ച് സഹായിച്ച അമ്മച്ചിയോടുള്ള നന്ദി സ്നേഹവും അറിയിക്കട്ടെ. ഇത്രയും സമയം ഈ ലേഡീസ് മീറ്റിംഗ് ലീഡ് ചെയ്യാൻ തക്കണം എന്നെ ക്ഷണിച്ച ശൈല സിസ്റ്ററോടും മറ്റുള്ള എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഞാൻ മുഴുവൻ എല്ലാമൊന്നും കേട്ടില്ല, എന്റെ നെറ്റ് ഇന്ന് ഒത്തിരി സ്ലോ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ശൈല സിസ്റ്ററിന് കൈമാറുന്നു. ഓക്കെ, താങ്ക് യു. മേരിക്കുട്ടി ആന്റിക്ക് പറയാവുന്ന പറ. കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇന്ന് ലീഡ് ചെയ്ത ജെസ്സി സിസ്റ്ററെ, സംഗീതം പ്രയോഗിച്ച സിനി സിസ്റ്ററെ, പ്രാർത്ഥിച്ച ഷാജി സിസ്റ്ററെ, ശൈല സിസ്റ്ററെ, എല്ലാവരോടും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത മേരി സിസ്റ്റർ എല്ലാവരോടുമുള്ള നന്ദിയും വചനം പറഞ്ഞ സിസ്റ്റർ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെ ദൈവത്തിന്റെ ചിറകിൽ നമ്മളെല്ലാം മറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ സമയമുള്ളപ്പോഴൊക്കെ ലേഡീസ് ഗ്രൂപ്പിൽ കയറുക, പ്രാർത്ഥിക്കുക. നമുക്ക് അനവധി ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ കയറി പാടുക, പ്രാർത്ഥിക്കുക നിങ്ങളുടെ സമയം പോലൊക്കെ. അതുപോലെ നിങ്ങളുടെ ചർച്ചിലുള്ളവരോടും കൂട്ടുകാരോടും ഒക്കെ പറയുക, അവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരിക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ ശൈല സിസ്റ്ററെ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ വളരെ ഭംഗിയായി നടക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കും സ്തോത്രം ചെയ്യുന്നു. നന്നായി ലീഡ് ചെയ്യുവാൻ നമ്മുടെ ജെസ്സി സിസ്റ്ററെ സഹായിച്ചു. അതുപോലെ നല്ല രീതിയിൽ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കാൻ നമ്മുടെ സീനി സിസ്റ്ററിന് ദൈവം കൃപ കൊടുത്തു. മധ്യസ്ഥ പ്രാർത്ഥന നന്നായി ലീഡ് ചെയ്യുവാനായിട്ട് മേരി ജോർജ് സിസ്റ്ററിന് ദൈവം കൃപ കൊടുത്തു. അതുപോലെ മെസ്സേജ് പറയുവാൻ തക്കവണ്ണം നല്ല മെസ്സേജ് പറയുവാൻ നമ്മുടെ ഗ്രേസി പോൾ ആന്റിയെ സഹായിച്ചു. സ്പെഷ്യൽ പ്രോഗ്രാം നടത്തുവാൻ നല്ലൊരു പാട്ടാണ് അവർ ഗ്രൂപ്പായി പാടിയത്. എന്നാൽ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിലും അത് തരണം ചെയ്തുകൊണ്ട് ജെസ്സി സിസ്റ്റർ ആ പ്രോഗ്രാം ഏറ്റെടുത്ത് ചെയ്തതിന് ദൈവത്തെ സ്തുതിക്കുകയും പ്രിയ സഹോദരിയോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം പേർക്ക് ഇന്ന് സൂമിൽ കൂടി ഈ ലേഡീസ് മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മേരിക്കുട്ടി ആന്റി പറഞ്ഞതുപോലെ നമ്മുടെ ലേഡീസ് ഗ്രൂപ്പിൽ കടന്നു വന്ന് എല്ലാവരും പാടുകയും പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളൊക്കെയും അതിൽ കടന്നു വന്ന് നമുക്ക് വ്യാപാരം ചെയ്യുവാൻ തക്കണം ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ പേരുകൊണ്ട് മാത്രം ഗ്രൂപ്പിൽ ഒരു അംഗമായി ഇരിക്കാതെ നമ്മൾ ഉണ്ടെന്നുള്ളൊരു തെളിവെങ്കിലും അതിനകത്ത് കാണിക്കത്തക്ക വിധത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുകയോ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആമയം പറയുകയൊക്കെ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. നമുക്ക് അടുത്ത ലേഡീസ് മീറ്റിംഗിന്റെ പ്രോഗ്രാം കൂടെ തയ്യാറാക്കാം. ഇപ്പോൾ സൂമിലുള്ള സഹോദരിമാർക്ക് ഏതൊക്കെ പ്രോഗ്രാം നടത്താം അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ലീഡിങ് ആര് ലീഡ് ചെയ്യും? ആരില്ലെങ്കിൽ ഞാൻ ചെയ്യാം. സീനി സിസ്റ്റർ. നമ്മുടെ നിഷ സിസ്റ്റർ മെസ്സേജ് പറയുവോ? ആന്റി അന്ന് 4-ാം തീയതി അടുത്ത പ്രോഗ്രാം അന്ന് എനിക്കൊരു വിവാഹത്തെ സംബന്ധിക്കാനുണ്ട്, ഒരു അസൗകര്യം ഉണ്ട്, അതാ ഞാൻ മിണ്ടായിരുന്നു. പ്രോഗ്രാം കേൾക്കായിരുന്നു. ഇനി സങ്കീർത്തന വായന ആരാ? സങ്കീർത്തന വായന ഓരോരുത്തർ ഓരോ പ്രോഗ്രാം ഏൽക്കുക, അല്ലെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ വിളിച്ചു ചോദിച്ച് ഓരോരുത്തരെ ഏൽപ്പിക്കും. എനിക്ക് ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം സങ്കീർത്തന വായന. ഓക്കെ, അങ്ങനെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നേരത്തെ ഒന്ന് പറയണം. മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ ചെയ്യാമേ. മേരിക്കുട്ടി ആന്റിയുടെ പേര് എഴുതി. മേരിക്കുട്ടി ആന്റിയുടെ പേര് എഴുതി. ഓക്കെ. സാറാമ്മ ചെറിയ ഒരു പാട്ട്. ഓക്കെ. നമ്മുടെ ഗ്രേസി പോൾ ആന്റി എന്തെങ്കിലും ഉണ്ടോ പ്രോഗ്രാം? ഗ്രേസി പോൾ ആന്റി പ്രോഗ്രാം സങ്കീർത്തന പ്രബോധനം പിന്നെ ജെസ്സി സിസ്റ്റർ പറഞ്ഞു ഓൾറെഡി.